ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കോൺഗ്രസ് CPM കുറുവ സംഘത്തിനെതിരെ യുവമോർച്ച നടത്തിയ നിയമസഭാ മാർച്ചിനു നേരെ പോലീസ് അതിക്രമം. മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രകോപനമില്ലാതെയുള്ള കണ്ണീർ വാതക പ്രയോഗത്തിലും നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംസ്ഥാന അധ്യക്ഷൻ മനു പ്രസാദ് ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വർണ്ണ കവർച്ചയിലെ കുറുവ സംഘത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നിയമസഭയിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിനെതിരെയാണ് പോലീസിന്റെ ക്രൂരമായ ആക്രമണമുണ്ടായത്. സമാധാനപരമായി പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് കണ്ണീർവാതകവും പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർക്കാണ് അതിക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. പ്രതിഷേധം അതിക്രമത്തിലൂടെ അടിച്ചമർത്താൻ ശ്രമിക്കേണ്ടെന്നും ഒരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് ആക്രമണം അഴിച്ചുവിട്ടതെന്നും യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഖിൽ പാലോട്ടുമഠം പറഞ്ഞു. സ്വർണം കട്ടതിനെക്കാട്ടും വേഗതയിലാണ് ഇതുമായി പ്രതിഷേധിച്ചു വന്ന യുവമോർച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ഒരു തവണയല്ല, എത്ര തവണയാണ്? 15ഓളം തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു മാർച്ച് വരുമ്പോൾ, നമ്മൾ ഒരുപാട് സമരങ്ങൾ ഈ ജില്ലയിൽ നടത്തിയിട്ടുള്ള ആൾക്കാരല്ല, ഒരു മാർച്ച് വരുമ്പോൾ ആ മാർച്ചിന് ഉദ്ഘാടനമുണ്ട്, ആ മാർച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ലീഡർഷിപ്പുണ്ട്. അതൊന്നും മാനിക്കാതെ പെൺകുട്ടികൾ നിൽക്കുന്ന സൈഡിലേക്ക് പോലും പോലീസ് അതിക്രൂരമായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ആ ജലപീരങ്കി പ്രയോഗിച്ചതും പോരാഞ്ഞിട്ടാണ് കാലാവധി കഴിഞ്ഞ കാലപ്പഴക്കം ചെയ്യുന്ന ഗ്രനേഡും കണ്ണീർവാതകവും ഈ സമരത്തിന് നേരെ അതിക്രൂരമായി പോലീസ് വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ട്. ബാരിക്കേഡിൽ തൊടുന്നതിന് മുമ്പ് തന്നെ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത പോലീസ് കാട്ടുന്നത്? തുടർച്ചയായാണ് മാർച്ചിനു നേരെ പോലീസ് ആക്രമണം അഴിച്ചുവിട്ടത്. പിന്നീട് BJP നേതാക്കളും പിന്തുണയുമായി എത്തി. PK കൃഷ്ണദാസ്, കരമന ജയൻ ഉൾപ്പെടെയുള്ളവരാണ് സ്ഥലത്തെത്തിയത്. ഇതൊന്നും കണ്ട് പേടിക്കുന്നവരല്ല യുവമോർച്ച പ്രവർത്തകർ എന്ന് PK കൃഷ്ണദാസ് വ്യക്തമാക്കി. സമാനതകളില്ലാത്ത ക്രൂരതയാണ് LDF ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. സമരത്തെ ക്രൂരമായി അടിച്ചമർത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ഒരു ഭാഗത്ത് ജലപീരങ്കി എത്ര തവണയാണ് പ്രയോഗിച്ചത്? ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. മാത്രമല്ല യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനു ഇതാ പരിക്ക് പറ്റിയിട്ട് ഈ റോഡിൽ കിടക്കുകയാണ്. പ്രതിഷേധത്തെ വളരെ ശക്തമായി അടിച്ചമർത്തുക എന്നുള്ള ഫാസിസ്റ്റ് മനോഭാവമാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ കുറുവ സംഘത്തിൻ്റെ രാത്രികൾ കൊണ്ട് യുവജന രോഷത്തെ തകർക്കാൻ സാധ്യമല്ല. കേരളത്തിലെ യുവജന രോഷമാണ്, രോഷാഗ്നിയാണ് യുവമോർച്ചയുടെ പ്രകടമാകുന്നത്. ഇത് ജലപീരങ്കിയിലൂടെ ഈ രോഷാഗ്നിയെ ഇല്ലാതാക്കാൻ, കെടുത്താൻ സാധ്യമല്ല എന്ന് മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ ഭരണകൂടത്തിനും മുന്നറിയിപ്പ് നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ്. പരിക്കുപറ്റിയ പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തിക്കുവാൻ പോലും ആംബുലൻസ് വിട്ടു നൽകാൻ പോലീസ് തയ്യാറായില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന പ്രസിഡന്റ് V. മനു പ്രസാദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ വരുൺ പ്രസാദ്, VS വിഷ്ണു, ഗോകുൽ ഗോപിനാഥ്, സംസ്ഥാന സെക്രട്ടറി അഖിൽ പാലോട്ടുമഠം തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് യുവമോർച്ചയുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.